ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. അപ്പോഴും ക്ഷേത്ര ജീവനക്കാർക്ക് അതിൽ പങ്കില്ല എന്നാണ് രാജകുടുംബാംഗങ്ങളും അതോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആദിത്യവർമ്മ തമ്പുരാൻ തന്നെ എന്നോടൊപ്പം ചേരുന്നു. ഇങ്ങനെയൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. കുറച്ചധിക ദിവസമായി നുണപരിശോധനയ്ക്ക് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ടോ? അത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്? എൻ്റെ കണക്ക് പ്രകാരം അടിസ്ഥാനമില്ല. അതൊരു അബദ്ധം പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാഗിൽ നിന്ന് അത് സ്ലിപ്പായി താഴെ വീണ് മണ്ണിൻ്റെ അടിയിൽ പോയതാണ്. അല്ലാതെ ക്ഷേത്രം ജീവനക്കാർ ഒരിക്കലും ഒരു കാരണവശാലും ഒരു തരി സ്വർണമോ ഒന്നും അവർ മോഷ്ടിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അവിടെ ഈ സർവൈലൻസിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അവിടെ? ഇത് ശരിക്കും ഇതിങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പരസ്പരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും പിന്നെ അതിനെപ്പറ്റി ചർച്ചകളും, അത് ഒരു സർവൈലൻസിൻ്റെ കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ അത് വീണതൊരു അബദ്ധമാണ്. അതിപ്പോൾ ബാഗ് പൊത്തതാണോ, അറിയാതെ പണിസ്ഥലത്ത് താഴെ വീണതാണോ, നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ ഡെലിബറേറ്റ് ആക്ഷൻ. അതല്ല, അവിടെ കൃത്യമായി, അതായത് ഈ കാര്യങ്ങൾ 24 hours ഒരു CCTV സർവൈലൻസിലാണ്. CCTV ഉണ്ട്, പക്ഷേ ഈ ബാഗ് വെച്ചിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ ബാഗിൽ നിന്ന് താഴെ വീണാണെങ്കിൽ നമുക്കത് ക്യാമറയിലും കാണാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം എന്തെങ്കിലും പരിശോധന അല്ലെ വർദ്ധിപ്പിക്കുമോ? സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഇപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ടാമതും കൂടെ വേ ചെയ്യുന്നുണ്ട്. എടുക്കുമ്പോഴും തിരിച്ച് വെക്കുമ്പോഴും രണ്ടാമത് ഡബിൾ ചെക്ക് ചെയ്ത് വേ ചെയ്താണ് ചെയ്യുന്നത്. ഈ ക്യാമറ നിരീക്ഷണം കൂടുതൽ ക്യാമറ ഉണ്ട്. ഇപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യാമറ നിരീക്ഷണത്തിൽ വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പാണ് ഇവിടെ ഒരു ഡ്രോൺ പറത്തി അങ്ങനെ ഒരു കൊറിയൻ യുവതി, അതിലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. എനിക്ക് വലിയ പിടിയില്ല. ഡ്രോൺ നടത്തിയത് ഞാനും ഇങ്ങനെ വാർത്ത വഴി കേട്ടതാ. അതെപ്പോഴായിരുന്നു നടത്തിയത്? അത് കുറച്ച് ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ചയിലായിരുന്നു. ഇതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തുടർച്ചയായി ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ടാകുന്നത് ഇവിടത്തേക്കൊരു ഹൈ സെക്യൂരിറ്റി മേഖലയാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്, അതിന് പിന്നിലൊരു ബോധപൂർവമായൊരു നീക്കം ഉള്ളതായി ഒരു സംശയമുണ്ടോ അങ്ങേക്ക്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മതിയായ സുരക്ഷ ഇപ്പോഴും ഒരുക്കുന്നുണ്ട്. സുരക്ഷയൊക്കെ മതിയായ സുരക്ഷയുണ്ട്. ഈ ചെറിയ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് സുരക്ഷാ കുറവാണെന്ന് ആൾക്കാരിങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വിഷമം. അതുപോലെ ഈ ചെറിയൊരു സാധനം ഇപ്പോൾ അത് കാണാൻ ഉരുളി കൊണ്ടുപോയി, ഇതൊക്കെ സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞ് ശരിക്കും ഉരുളി കൊണ്ടുപോയത് അദ്ദേഹം ആ ഒരു എന്താണ് ഈ അർച്ചനത്തട്ട് അതിൻ്റെ മുകളിൽ വെച്ച് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. സുരക്ഷാ വീഴ്ചയാണെങ്കിൽ എനിക്ക് നരസിംഹസ്വാമിയുടെ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ മുണ്ട് ശകലം നീങ്ങിയപ്പോഴാണ്, ഈ മേൽമുണ്ട് നീങ്ങിയപ്പോൾ ഉരുളി കാണാൻ പറ്റി. അങ്ങനെയാണ് ട്രാക്ക് ചെയ്തത്. ചെറിയ സംഭവങ്ങളെ പോലും പെരുപ്പിച്ച് കാണിക്കാണ്ട് ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു ഉത്സാഹം. അപ്പോൾ എന്തായാലും ആദിത്യവർമ്മ പങ്കുവെക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ തരത്തിൽ അത് ഉയർത്തി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ അടിസ്ഥാനമില്ല എന്നൊരു നിലപാടാണ് രാജകുടുംബാംഗവും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹി കൂടിയായ ആദിത്യവർമ്മ ന്യൂസ് 18 വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.